നമസ്കാരം. 10 ദിവസത്തെ ദൗത്യത്തിന് ബഹിരാകാശത്തെത്തിയ സുനിത വില്യംസും ബച്ച് വിൽമോറും 3 മാസമായി ബഹിരാകാശ നിലയത്തിൽ തുടരുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ഇവർ അടുത്ത വർഷം ആദ്യം വരെ നിലയത്തിൽ തുടരേണ്ടി വരും. ജൂൺ 6-നാണ് നാസയുടെ ബോയിംഗ് സ്റ്റാർലൈനിൽ സുനിത വില്യംസും ബച്ച് വിൽമോറും ബഹിരാകാശത്തെത്തിയത്. ജൂൺ 14-ന് തിരിച്ചെത്തേണ്ടതായിരുന്നു. എന്നാൽ പേടകത്തിന്റെ തകരാറ് കാരണം മടക്കയാത്ര പലതവണ നീട്ടിവെച്ചു. എന്നാൽ ഇപ്പോഴിതാ ബഹിരാകാശ നിലയത്തിലെ തങ്ങളുടെ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുകയാണ് ഈ അസാമാന്യ പോരാളികൾ. 6 കിടപ്പ് മുറികളുള്ള വീടിന്റെ വലിപ്പമുള്ള സ്ഥലം 9 പേരുമായി പങ്കിടുകയാണ് ഇവർ ഇപ്പോൾ. സുനിത വില്യംസ് അതിനെ തന്റെ സന്തോഷകരമായ സ്ഥലമെന്ന് വിളിക്കുന്നു. അവിടെ എത്തിയതിൽ തനിക്ക് നന്ദിയുണ്ടെന്നാണ് വിൽമോർ പറയുന്നത്. എന്നിരുന്നാലും ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ ഉയരത്തിലായിരിക്കുമ്പോൾ എങ്ങനെയാണ് അത് അനുഭവപ്പെടുന്നതെന്നും എങ്ങനെയാണ് യാത്രികർ വ്യായാമം ചെയ്യുകയും വസ്ത്രങ്ങൾ കഴുകുകയും ചെയ്യുന്നതെന്നും എന്താണ് കഴിക്കുന്നതെന്നും ബഹിരാകാശത്തെ മണം എന്താണെന്നുമൊക്കെയുള്ള വിചിത്രമായ സംശയങ്ങൾ പലർക്കും മനസ്സിൽ തോന്നിയിട്ടുണ്ടാകാം. എല്ലാത്തിനും ഇപ്പോൾ ഉത്തരം നൽകുകയാണിവർ. ബഹിരാകാശത്ത് അകപ്പെട്ടു പോയെന്ന് വെച്ച് വരുന്നത് വരട്ടെ എന്ന് കരുതി തോന്നിയത് പോലെ ഒന്നും ജീവിക്കാൻ പറ്റില്ല. കൃത്യമായ ടൈം ടേബിൾ അനുസരിച്ചാണ് ഓരോ ദിവസത്തെയും ജീവിതം. രാവിലെ 6:30-യോടെ യാത്രികർ ഉണരണം. ലോകത്തിലെ ഏറ്റവും മികച്ച സ്ലീപ്പിംഗ് ബാഗ് ഉള്ളതിനാൽ സുഖമായ ഉറക്കത്തിന് ശേഷമുള്ള ഉണരൽ. കമ്പാർട്ട്മെന്റുകളിൽ ലാപ്ടോപ്പുകൾ ഉള്ളതിനാൽ യാത്രികർക്ക് കുടുംബവുമായി സമ്പർക്കം പുലർത്താനും മറ്റും സാധിക്കും. ബഹിരാകാശ സഞ്ചാരികൾ ദിവസവും 2 മണിക്കൂർ വ്യായാമം ചെയ്യണം. സീറോ ഗ്രാവിറ്റിയിൽ ജീവിക്കുന്നതിന്റെ ഫലത്തെ പ്രതിരോധിക്കാൻ 3 വ്യത്യസ്ത യന്ത്രങ്ങൾ സഹായിക്കുന്നു. വിയർപ്പും മൂത്രവും റീസൈക്കിൾ ചെയ്ത് കുടിവെള്ളം ആക്കാനുള്ള സംവിധാനമുള്ള ശുചിമുറികൾ. കുളി കാക്കക്കുളി. ISS-ന് പരീക്ഷണങ്ങൾക്കായി 6 ലാബുകളുണ്ട്. യാത്രികരുടെ വെല്ലുവിളി നിറഞ്ഞ ഭൗതിക അന്തരീക്ഷത്തോടുള്ള പ്രതികരണം അളക്കാനാണ് ഇവയെല്ലാം. സ്വയം ഗിനിപ്പന്നികൾ എന്നാണ് യാത്രികൾ വിശേഷിപ്പിക്കുന്നത്. ഭൂമിയിൽ നമുക്ക് നിരവധി വ്യത്യസ്ത ഗന്ധങ്ങളുണ്ട്. എന്നാൽ ബഹിരാകാശത്ത് ഒരു മണം മാത്രമേ ഉള്ളൂ. ലോഹത്തിന്റെ ഗന്ധമെന്ന് യാത്രികർ വ്യക്തമാക്കി. അതേസമയം ദൗത്യം അനിശ്ചിതമായി നീളുമ്പോൾ യാത്രികർക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ആശങ്ക ഉണർന്നിരുന്നു. മൈക്രോഗ്രാവിറ്റി കാരണം അസ്ഥിക്ഷയം ഉണ്ടാകുന്നതാണ് പ്രധാന പ്രശ്നം. അണുവികിരണം, പരിമിതമായ ജീവിത സാഹചര്യങ്ങൾ, ഒറ്റപ്പെടൽ എന്നിവയും വെല്ലുവിളികളാണ്. മൈക്രോഗ്രാവിറ്റി മൂലമുണ്ടാകുന്ന ഫ്ലൂയിഡ് റീഡിസ്ട്രിബ്യൂഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് മുഖത്തെയും തലയോട്ടിയിലെയും വീക്കം വർദ്ധിപ്പിക്കും. ചിന്തിക്കാനും ഓർമ്മിക്കാനും തീരുമാനമെടുക്കാനുമുള്ള കഴിവുകളെ ബാധിക്കും. കോസ്മിക് റേഡിയേഷൻ ക്യാൻസറിനും കാരണമാകാമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.